കൃഷ്ണൻ എവിടെ? ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് നോക്കാൻ ഞാനാരാ? വാച്ച്മാനാണോ? വരുന്നവനൊക്കെ പറഞ്ഞുകൊണ്ടാണോ വരുന്നത് ഇങ്ങോട്ട്? കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ തന്നെ കാണുമെന്ന്. നോക്ക്, നീയല്ലേ കിടന്ന് പേടിച്ചത്. കൃഷ്ണ, നീ എന്തിനാ ഇവിടെ വന്നേ? കോടതിയിലെ കേസ് നടക്കുക. നിന്നെ ആരെങ്കിലും ഇവിടെ കണ്ട നില നിനക്ക് നഷ്ടപ്പെടും. വരാൻ പാടില്ലേ? നിനക്ക് നിന്റെ കുട്ടിയെ വേണോ വേണ്ടയോ? അപ്പൊ ഞാനറിയാതെ എവിടെ ഇനി വരരുത്. ഞാൻ വരില്ല, വരില്ല, ഞാൻ വരില്ല. On my way with Doctor Dear. നീ എന്തൊക്കെയാ അയക്കുന്നേ? ഡിയർ ഒന്നും വേണ്ട. Okay, dear. ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിനു, വിനു, എന്തു പറ്റി? ഒരു സ്വെറ്റർ അഴിക്കാൻ ഇത്ര നേരോ? 2 മണിക്കൂറായിട്ട് പരിശ്രമിച്ചോണ്ടിരിക്കുക. എന്തോ കർണന്റെ കവചകുണ്ടലം പോലെ അതിനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. നിക്ക് വരുവാ. കൃഷ്ണ, ഇതാ വീക്ക്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടാ ഉള്ളത്. അല്ല അനു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരാണായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. പോടാ. എന്താ ആണ് തന്നെ? ആ എൻ്റെ പേര് കൃഷ്ണ. എന്റെ പേര് കൃഷ്ണൻ, അവലാഞ്ചി, ഊട്ടി. പറ. എൻ്റെ പേര് കൃഷ്ണ. വലിയൊരു സംഗീതജ്ഞൻ വന്നിരിക്കുന്നു. കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് സംസാരിക്കാൻ. കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറിയ പേര് പറയാൻ അവൻ്റെ ഒരു കൈയിട്ടാട്ടല്. വിനു, അവലാഞ്ചി. ഇത് നമ്മുടെ ആദ്യത്തെ എക്സാമാ. ആ വരുന്ന ഡോക്ടർ നമ്മുടെ കൃഷ്ണനെ കണ്ട് വിശ്വസിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസി അല്ലേ? എന്നിട്ട് നിന്റെ പൊങ്ങച്ചതിന് ഒരു കുറവുമില്ല. സാധാരണ മനുഷ്യർക്ക് ഈ IQ ലെവൽ 90 എബവ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് നോർമൽ. അതിന് താഴെ പോയാൽ ബുദ്ധി വളർച്ചയില്ലാത്തവരെന്നാണ് പറയുക. സോ നാളെ നടക്കാൻ പോകുന്ന IQ ടെസ്റ്റിൽ കൃഷ്ണന് 90ക്ക് മേലെ ഉണ്ടാകണം. ഡോക്ടർ, ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്തിട്ട് ഒന്ന് ജയിപ്പിച്ച് വിട്ടോടെ? It is not my policy. It is not my moral. But it's okay. അപ്പോൾ നാളെ സർട്ടിഫിക്കറ്റ്? വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയരുത്. പക്ഷേ വക്കീലിനും ഡോക്ടറിനും കള്ളം പറയാം. എന്ത് കേസാണ്? ആരാള്? ഇവരാണ് സർ. ഓക്കെ ഇൻസ്പെക്ടർ, ഒരു 5 മിനിറ്റ് സമയം താ, ഞാൻ റെഡി ആക്കിയിട്ട് വിളിക്കാം. ഓക്കെ സാർ. അവരുടെ ഡീറ്റെയിൽസ് വാങ്ങാം. ശരി സാർ. സാറേ പേര് പറയൂ. അഡ്രസ്? സാർ, അല്ല ഇപ്പോൾ വന്നില്ലേ അദ്ദേഹം? ആരാ? ഏത് ഡോക്ടർ? അതാണ് സാർ IQ ടെസ്റ്റ് ഡോക്ടർ ബഷീർ സാർ. അപ്പോൾ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ രമണനോ? അദ്ദേഹത്തിന് ആരോ ഇന്നലെ കള്ള് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അടിച്ചിട്ട് പൂസായി കിടക്കുക സാർ. ഇന്ന് ഈ ഡോക്ടറാ. അഡ്രസ് ഞാനെന്താ ചെയ്യുന്നേ? ഇതെല്ലാം നീയല്ലേ ചെയ്തേ? നീ തന്നെ ശരിയാക്കണം. നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് എന്നെ വേണം ചെരുപ്പെടുത്ത് അടിക്കാൻ. ഡിയർ, പുതിയതായിട്ട് വന്ന ഡോക്ടറെ കയ്യിലെടുക്കാൻ പറ്റുമോ? അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെന്താ? അയാൾ നമ്മുടെ പഴയ ഡോക്ടറെ പോലെ അല്ല. ഇയാൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്.
വേറെന്തെങ്കിലും? വേറെ ആഹാ അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ ജീവനാണ്. ഭയങ്കര ലവ്വാ, നമ്മളെ പോലെ. അപ്പൊ സറണ്ടർ ആയിക്കോ. എക്സ്ക്യൂസ് മീ സാർ. യെസ്, ആരാ നിങ്ങൾ? സർ ഭാഷിം സാറിൻ്റെ ജൂനിയറാ സർ. സാറ് പറഞ്ഞു വിട്ടത് തന്നെ. ഡോ, ആ എന്താ ചെയ്യുന്നത്? അല്ല, സാറിന് തരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. എന്താടാ ഇത്? എന്ത് തരാൻ പറഞ്ഞു? എന്താ കാര്യം? ആ, അതായത് ഇന്ന് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിന് IQ ടെസ്റ്റ് നടത്താൻ പോവല്ലേ. അയാൾക്ക് IQ ലെവൽ ബിലോ 50 ആണ്. മനോവളർച്ച ഇല്ലാത്ത ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതിനു വേണ്ടിയിട്ടാണ് സാറ് തന്നയച്ചത്. കാശ് തന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നാണോ? ആരാടാ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ആരോട് ഇവനേക്ക് അകത്ത് കയറ്റി വിട്ടത്? ഡോ, ഇവനെന്താ ഇവന്റെ വായു വന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നേ? സാറ് അറിഞ്ഞാണ്ടല്ലോ, പറഞ്ഞു കൊടുക്കില്ല ആൾക്ക്. സർ ഭാഷിം സാറിൻ്റെ കേസാണ്, വെറുതെ ടെൻഷൻ ആക്കണ്ട. തരുന്നത് വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ സർ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം വരുമെന്നാടോ? നീ സർക്കാരിന് ജോലി ചെയ്യുന്ന അതോ ഇവന്മാർക്ക് ജോലി ചെയ്യും? വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. എന്താ വായു വന്നൊക്കെ വിളിച്ച് പറയുന്നേ? സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരുന്നതാ ഞങ്ങൾ തന്നെ അടിക്കണോ? ഓഹോ, അങ്ങനെ അടിക്കുമോ? ആ, എന്താ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ആരുടെ ഭാഷ്യം? എഴുതേക്കടോ. ഡോ, എഴുതേക്കടോ. ഈ ബഷീറെ ഭാഷ്യമിന്റെ വീട്ടിലെ ബൊമ്മയല്ല, അയാൾ പറയും പോലെ തലയാട്ടാൻ. ഗെറ്റ് ഔട്ട്. എത്ര ദിവസമായി അറിയാം ഞാൻ ഈ കൈവേനയും കാലുവേനയും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒളിയാണ് ഒന്നും ചെയ്യുന്നില്ല. My lord, this is a forged documents. എതിർഭാഗം ജൂനിയർ വക്കീൽ ഈ കേസിന്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടി കള്ള സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒബ്ജെക്ഷൻ മൈ ലോർഡ്. പ്രൊസീഡ്. 20 വർഷം സ്റ്റാൻഡിങ്ങിലുള്ള ലേണർ റെസ്പോണ്ടന്റ് കൗൺസിലർ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് പറയുന്നത് തമാശയായിട്ടാ തോന്നുന്നത്. എന്ത് തമാശയാ പറഞ്ഞത്? മൈ ലോർഡ്, ഇറ്റ് ഈസ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-ാം തീയതി മൂവാറ്റുപുഴയിലുള്ള കുമാർ സന്ധ്യ വിവാഹമോചന കേസിൽ സന്ധ്യയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ, അത് ഫേക്ക് ഡോക്യുമെന്റ് ആണോ? '2008 ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസിൽ 4 പേരെ കൊന്ന അരുൺ നായർ മെന്റലി ചാലഞ്ച് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ, അതും ഫേക്ക് ഡോക്യുമെന്റ് ആണോ? നോ നോ മൈ ലോർഡ്. മൈ ലോർഡ്, അതിനുള്ള പ്രൂഫ്. എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? അയ്യോ, സാറിന്റെ വായ അടപ്പിച്ച് കളഞ്ഞല്ലോ. അയ്യോ, ഇനിയാണ് പ്രശ്നം. മൈ ലോർഡ്, അവരെ എല്ലാവരെയും വീണ്ടും IQ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ എന്റെ പെറ്റീഷണറെയും IQ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാം. മിസ്റ്റർ ഭാഷ്യം, ഡു യു വാണ്ട് ടു റീഅസസ് ദ IQ ലെവൽ ദ പെറ്റിഷണർ? നോ, നോട്ട് നെസസറി മൈ ലോർഡ്. അവർ തന്ന ഡോക്യുമെന്റ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഐ വിൽ പ്രൊഡ്യൂസ് മൈ എവിഡൻസ് ഇൻ എ നെക്സ്റ്റ് ഹിയറിംഗ് മൈ ലോർഡ്. മൈ ലോർഡ്, എന്റെ പെറ്റീഷണർ ഒരു നല്ല അച്ഛനാണ്. 5 വയസ്സ് വരെ വളർത്തിയ തന്റെ കുഞ്ഞിനെ വേർപിരിഞ്ഞ ദുഃഖത്തിലാണിപ്പോൾ. ദയവായി ഈ IQ സർട്ടിഫിക്കറ്റ് മതിയായ തെളിവായി സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനെയും നിലയും ഒരുമിപ്പിക്കുവാൻ അങ്ങ് ഉത്തരവിടണം. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. മിസ് അനുരാധ, കോടതിയിലെ പ്രൊസീജിയേഴ്സ് പെൻഡിങ്ങിലാ. വേണമെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച കോടതിയിൽ വെച്ചോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചോ പെറ്റീഷണർ കൃഷ്ണനെ കുട്ടിയെ കാണുവാനായി കോടതി അനുമതി തന്നിരിക്കുകയാണ്. മിസ്റ്റർ ഭാഷ്യം, നിങ്ങളുടെ ടെസ്റ്റിന് വേണ്ടി കുഞ്ഞിനെ കോർട്ടിൽ കൊണ്ടുവന്നാൽ അത് പ്രശ്നമാകും. കുട്ടി കോടതിയിലേക്ക് വരുന്നതുകൊണ്ട് പ്രശ്നം നമുക്കല്ല, അവർക്ക് തന്നെയാണ്. കൃഷ്ണനെ ഒളിച്ചു വെച്ചാൽ മാത്രമേ അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. കൃഷ്ണൻ കോടതി വന്നാൽ ഈ കേസ് അവസാനിക്കും. അവരുടെ കണ്ടുമുട്ടൽ നമുക്ക് പ്രധാനമാണ്. നില കൃഷ്ണനെ കണ്ട? നില കോടതിയിലേക്ക് വരും, പക്ഷേ കൃഷ്ണനെ കാണാൻ കഴിയില്ല. അവൻ ആരാണെന്ന് കാണാൻ പോകുന്നത് നമ്മളും ഈ ലോകവുമാണ്. എന്താ ചെയ്യുന്നേ? പാൽക്കഞ്ഞി ഇഷ്ടാ? നില ഭാഗ്യം ചെയ്ത കുട്ടിയാ, നിന്നെ പോലെ ഒരു അച്ഛനെ കിട്ടിയതിന്. ഞാൻ നല്ല അച്ഛനാ.